ഹലോ, ഞാൻ ഇന്നിവിടെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അത് വളരെ ഈസിയാണ്. അതിനായിട്ടൊരു ബൗളിൽ ബോൺലെസ് ചിക്കൻ പീസ്, ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. ഇനി അതിനെ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് മല്ലിയില ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യണം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ചെറിയ കുട്ടികൾക്ക് ആയതുകൊണ്ടാണ് കുറച്ച് സ്പൈസിനെസ് കുറച്ചിരിക്കുന്നത്. ഇനി നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ചെറുനാരങ്ങയുടെ നീര് വെച്ചിട്ടാണ്. നന്നായിട്ട് ചെറുനാരങ്ങയുടെ ഒരു ഹാഫ് ചെറുനാരങ്ങ മതി. അതിൻ്റെ നീരെടുത്തിട്ട് നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് മാറ്റി വെച്ച് ചിക്കൻ പീസിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ചിക്കൻ പീസിലോട്ട് ആഡ് ചെയ്യാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പില, നന്നായിട്ട് അരിഞ്ഞെടുത്ത കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ചിലർ ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ചെറുതായിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനത്ര ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ്, മാരിനേറ്റഡ് ആയിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വല്ലാതെ നമ്മൾ ഇളക്കാനൊന്നും നിൽക്കേണ്ട, അതൊന്ന് ഡ്രൈ ആയിട്ട് തന്നെ വരണം. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സിമ്മിലിട്ട് ഒന്ന് വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കഷ്ണങ്ങളൊക്കെ വളരെ അത്ര മുട്ടി കിടക്കാതെ ഒന്ന് സ്പേസിനനുസരിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ച് ജസ്റ്റ് ഒന്ന് എല്ലാ പീസസും ഒന്ന് പതുക്കെ പൊട്ടാതെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പൊട്ടില്ല, എന്നാലൊന്ന് പൊട്ടാതെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടും നമുക്ക്. അങ്ങനെ എല്ലാ പീസസും ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവാനുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി, വല്ലാതെ മുരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അത്ര നന്നായിട്ട് മുരിക്കുന്നില്ല, എന്നാലും ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗണിഷ് ഷെയ്ഡ് വരുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ പീസും നന്നായിട്ടൊന്ന് ഒരുവിധം മുരിഞ്ഞൊരു ഗോൾഡൻ ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. താങ്ക് യു.